ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്റർ പ്രോബബിലിറ്റി ആൻഡ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ അത് 2 വർഷം നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ സൂപ്പർ സീനിയേഴ്സിൻ്റെയും എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ആ 2 പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ തിയറി പാർട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാം. ഏതെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പറയണം, അതെന്തെങ്കിലും നോട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണെങ്കിൽ ഡെഫിനിഷൻസൊക്കെയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ 2022 നിങ്ങൾ സൂപ്പർ സീനിയേഴ്സിൻ്റെ ബാച്ചിൽ നടന്ന എക്സാം ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ ഓവറോൾ സീലിംഗ് 30 തന്നിട്ട് 15 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓരോന്നിനും 3 മാർക്കാണ്. പക്ഷേ നിങ്ങളുടെ പാറ്റേൺ ഇങ്ങനെയല്ല, 25 മാർക്ക്, 15ൽ 2 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് 25 മാർക്കാണ് സീലിംഗ്. നിങ്ങൾ സീലിങ്ങിൻ്റെ കാര്യം ഒന്നും ആലോചിക്കുകയേ വേണ്ട, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഓക്കെ. പിന്നെ ലാസ്റ്റ് പാർട്ടിൽ മാത്രം സി പാർട്ടിൽ 2 എണ്ണം ആണ് അവിടെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ആ 2 എണ്ണം നിങ്ങൾക്ക് നല്ലോണം അറിയുന്ന 2 എണ്ണം എടുത്ത് എഴുതുക. ഇനി ഏതെങ്കിലും ഒന്നിൻ്റെ പിന്നെ കുറച്ചെങ്കിലും അറിയാമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് എഴുതുക. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഡിഫൈൻ റാൻഡ് എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ റാൻഡ് എക്സ്പെരിമെൻ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക നിങ്ങൾ? റാൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിന് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് അതിനെ റാൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കുന്നത്. കണ്ടീഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതെന്തായിരിക്കണം? അതിൻ്റെ ഔട്ട്കംസ് മോർ ദാൻ 1 ഔട്ട്കംസ് ഉണ്ടായിരിക്കണം, ഒന്ന് കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. ഈ എക്സ്പെരിമെൻ്റ് വീണ്ടും പിന്നെ യൂണിഫോം കണ്ടീഷൻസിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതേപോലെ നമുക്കൊരു ഔട്ട്കം കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റരുത്, അല്ലേ? അപ്പോൾ അത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് റാൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കാം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫീൽഡാണ്. ഇപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ക്ലാസ് ഓഫ് സെറ്റ്സ് കൺസിഡർ ചെയ്യുക. അതായത് സെറ്റ്സിൻ്റെ ഒരു കളക്ഷൻ, കുറച്ച് സെറ്റുകൾ, അതിൻ്റെ കളക്ഷനാണ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എഫ് ഒരു ഫീൽഡാണെന്ന് പറയണമെങ്കിൽ എഫ് നോൺ എം ടി ആയിരിക്കണം. അതിന് 3 കണ്ടീഷൻസ് ആണുള്ളത്. എഫ് നോൺ എം ടി, അതായത് എഫിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ആ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റായിരിക്കണം. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നൊരു സെറ്റ് എഫിലുണ്ടെങ്കിൽ എ കോംപ്ലിമെൻറ്റും എന്തിലുണ്ടായിരിക്കണം? എഫിലുണ്ടായിരിക്കണം. മൂന്നാമത്തത് എയും ബിയും എഫിലുണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കണം? എഫിലുണ്ടായിരിക്കണം. ഈ 3 കണ്ടീഷൻസ്, എഫ് ഈസ് നോൺ എം ടി, അതേപോലെ എ ബിലോങ്സ് ടു എഫ് ഇംപ്ലൈസ് എ കോംപ്ലിമെൻറ്റ് ബിലോങ്സ് ടു എഫ്, എ ബി ബിലോങ്സ് ടു എഫ് ഇംപ്ലൈസ് എ യൂണിയൻ ബി ബിലോങ്സ് ടു എഫ്. അങ്ങനെയാണെങ്കിൽ എഫിനെ നമുക്ക് എന്ത് വിളിക്കാം? ആ ക്ലാസ് ഓഫ് സെറ്റ്സിനെ നമുക്ക് ഫീൽഡ് എന്ന് വിളിക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ് ബേസ് തിയറം എന്നുള്ളതാണ്. ബേസ് തിയറം എന്തായിരുന്നു? ബേസ് തിയറം എന്നുള്ള ആലോചിച്ച് നോക്കുക. അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ പോരാ. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് നമുക്കൊരു ഫിഗറൊക്കെ ഉണ്ട്, ഒരു വെൻ ഡയഗ്രാം. പിന്നെ ഇപ്പോൾ ടോട്ടലായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ സെറ്റിനെ നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, അല്ലേ? B1 B2 എക്സെട്ര BN എന്ന് പറഞ്ഞ് പാർട്ടീഷൻ ഉണ്ട്. ആ പാർട്ടീഷൻ്റെ ഇടയിലുള്ള ഒരു ഇവൻ്റാണ് എ എന്ന്, ഒരു ആർബിട്രറി ഇവൻ്റാണ് എ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ എ, പ്രോബബിലിറ്റി ഓഫ് BI ഗിവൺ എ, പ്രോബബിലിറ്റി ഓഫ് BI ഗിവൺ എ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതായത് എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ B1 സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ BI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് BI ഡിവൈഡഡ് ബൈ സമ്മേഷൻ I ഈക്വൽസ് 1 to n, സെയിം തന്നെ മോളത്തിൻ്റെ സമ്മേഷൻ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ BI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് BI. ഇതാണ് എന്ത് വരുന്നത്? ബേസ് തിയറം വരുന്നത്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എഴുതണേ. നാലാമത്തെ ഡിഫൈൻ ദി ടേം മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്നാണ്. ഇപ്പോൾ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈവൻസിൻ്റെ ഇൻഡിപെൻഡൻസ് പറയുകയാണെങ്കിൽ, ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻ ഇതാണ്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാൻ പറ്റണം. അപ്പോൾ 2 ഇവൻറ്റ്സ് ഇവിടെ പറഞ്ഞുള്ളൂ. അപ്പോൾ 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കണ്ടീഷൻ ഇതാ. ഞാനൊരു 3 ഇവൻറ്റ്സ് പറയാം, എ ബി സി. ഈ 3 ഇവൻറ്റ്സും മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കണ്ടീഷൻ ഒന്നിതാ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി. അതേപോലെ എന്നോട് എഴുതാം, എ ബി സി എന്ന് പറയുന്ന 3 ഇവൻറ്റ്സ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ഈക്വൽസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ആണ്. ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എയും ബിയും സിയും പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അതായത് ഓരോ പെയറായിട്ട് എടുക്കുമ്പോഴും അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് വരണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 4 കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് എയും ബിയും സിയും മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് എത്ര സെറ്റ്സ് ഉണ്ടെങ്കിലും അതിലെ എല്ലാ കോമ്പിനേഷനും എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ മ്യൂച്വലി എന്ന് പറയാം, മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഓരോ രണ്ടെണ്ണം മാത്രം എടുത്തേ അങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ്. അപ്പം അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എഴുതാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഡിസ്ക്രൈബ് ദ ടേം സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി കഴിഞ്ഞതിന് ശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഉണ്ട്. അതിലാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ നമ്പർ ഓഫ് ടോസസും അതേപോലെ നമ്പർ ഓഫ് ഹെഡ്സും ഞാൻ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ് ടോസസ് 10 പ്രാവശ്യം ത്രോ ചെയ്തപ്പം 6 പ്രാവശ്യമാണ് 6 പ്രാവശ്യമാണ് ഹെഡ് വന്നിരിക്കുന്നത്. ഒരു 100 പ്രാവശ്യം ആക്കിയപ്പം ഒരു 566 പ്രാവശ്യം എന്ത് വന്നു, ഹെഡ് വന്നു. ഇനി ഒരു 1000 ടൈംസ് ആക്കിയപ്പം അത് 566 അല്ല 56 കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 509 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നോക്കി, ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറയുന്നത് 6/10, 56/100, 509/1000. അപ്പോൾ അത് 0.6, ഇത് 0.56, ഇതിൻ്റെ 0.509, ഇത് ഇതിലേക്ക് ഒരു 0.5ലേക്ക് ടെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് കൂടുന്നു, നമ്പർ ഓഫ് ടോസസ് കൂടുമ്പോൾ അല്ലെങ്കിൽ ആ ട്രയലിൻ്റെ എണ്ണം കൂടുന്തോറും ഒരു റെഗുലാരിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതെല്ലാം കൂടെ ഒരു 0.5ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആ കൺസെപ്റ്റാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ വേർഡ്സിൽ എഴുതേണ്ട എങ്ങനെയാണെന്നുള്ളത് ടെക്സ്റ്റ് തന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്ന നോട്ട് തന്നെ നോക്കാം. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ടേം ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ്. ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സാധാരണ ഒരു റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്ന എഫ്(x) ഓഫ് സ്മോൾ എക്സ് എന്നാണ്. ഈ സ്മോൾ എക്സ് എക്സിൻ്റെ ഒരു വാല്യൂ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് എക്സിൻ്റെ വാല്യൂ, ഈ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ഈ സ്മോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ അതിൽ കുറവോ വരാനുള്ള പ്രോബബിലിറ്റിയാണ് എഫ്(x) ഓഫ് സ്മോൾ എക്സ്. ഇനി ബൈവേരിയേറ്റ് കേസിലാണ് നമ്മൾ ജോയിൻറ്റ് പറയുന്നത്. അപ്പം 2 റാൻഡം വേരിയബിൾ എക്സും വൈയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് നമുക്ക് fxy ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽസ് വൈ. ഓക്കെ, ഈ 2 കണ്ടീഷനും കൂടെ വരിക. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇങ്ങനെ എഴുതാം. എന്നിട്ട് എക്സും വൈയും കണ്ടിന്യൂസ് ആവുന്ന കേസും എക്സും വൈയും ഡിസ്ക്രീറ്റ് ആവുന്ന കേസും പറയാം. അപ്പോൾ ഡിസ്ക്രീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സിൻ്റെ വാല്യൂ -∞ മുതൽ എക്സ് വരെ, അതേപോലെ വൈയുടെ വാല്യൂ -∞ മുതൽ വൈ വരെ, പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽസ് സ്മോൾ എക്സ് വൈ ഈക്വൽസ് സ്മോൾ വൈ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി വരെയല്ല എക്സ് വരെ, ഇൻ്റഗ്രൽ -∞ ടു സ്മോൾ വൈ വരെ എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് എക്സ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഡി വൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇത് ഈ 3 ഇക്വേഷൻസ് ആക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ക്രൈബ് ഇൻഡിപെൻഡൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ്. നേരത്തെ നമ്മൾ ഇവൻറ്റ്സ് ആണ് പറഞ്ഞത്, ഇപ്പോൾ റാൻഡം വേരിയബിൾസ് ആണ് പറയുന്നത്. ഇപ്പോൾ റാൻഡം വേരിയബിൾസ് 2 റാൻഡം വേരിയബിൾസ് എക്സ് വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുത്തു. അപ്പോൾ അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി എക്സും വൈയും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ജോയിൻറ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് വൈ. ഈ എഫ് ഓഫ് എക്സ് വൈനെ f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ, അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് ഇൻറ്റു മാർജിനൽ പി എം എഫ് ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഇനി എക്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത് f1 ഓഫ് എക്സ് തന്നെ കിട്ടും. അതായത് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത് മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സിന് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം എക്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം, എക്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വൈ എന്ന് പറയാം. ഓക്കെ, രണ്ടും എഴുതാം. ഓക്കെ, നെക്സ്റ്റ്
മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ള മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്താണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ? മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എപ്പോഴും നിങ്ങൾ നോക്കുക ഒരു ആവറേജ് ആണ്. നമ്മുടെ റാൻഡം വേരിയബിൾ ഉണ്ടല്ലോ, ആ റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 1, 2, 3 എന്ന് പറയുന്നു. അതിൻ്റെ പ്രോബബിലിറ്റീസ്, അതായത് ഇതിനെടുക്കാൻ പറ്റുന്ന ഇപ്പോൾ സ്മോൾ എക്സിൻ്റെ വാല്യൂസ് ആണ് എന്ത് ഈ 1, 2, 3. അപ്പോൾ 1 എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/3, അതേപോലെ 2 എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/3, അതേപോലെ 3 എടുക്കാനുള്ളത് പ്രോബബിലിറ്റി 1/3. അപ്പം ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നത് ഈ എക്സിന് വരാൻ പറ്റുന്ന എന്താ ഏവറേജ് എന്നുള്ളതാണ്. എക്സിൻ്റെ ഒരു ഏവറേജ് എന്നുള്ളതാണ്. അത് കാണാൻ എങ്ങനെയാണ് 1 × 1/3 + 2 × 1/3 + 3 × 1/3 അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റാൻഡം വേരിയബിളിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്? സമ്മേഷൻ ഓവർ എക്സ്, എക്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് മുതൽ എവിടെ വരികയാണെങ്കിൽ അത് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്ക്രീറ്റ് കേസിലാകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ സ്മോൾ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ഇഫ് എക്സ് ഈസ് ഡിസ്ക്രീറ്റ്. ഇനി കണ്ടിന്യൂസ് ആണെങ്കിലോ ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എല്ലാം പറയുക എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ ഓരോ എക്സിൻ്റെ വാല്യൂ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി ചെയ്യുക, എന്നിട്ട് സം ചെയ്യുക. ഇനി ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ എക്സ് ഇൻറ്റു അതിൻ്റെ PDF ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഡിഫൈൻ സെൻട്രൽ മൊമെൻറ്റ്സ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ സെൻട്രൽ മൊമെൻറ്റ്സ് ആണ്. സെൻട്രൽ മൊമെൻറ്റ്സ് റോ മൊമെൻറ്റ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സെൻട്രൽ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് μr എന്ന് ഡിനോട്ട് ചെയ്യാം. μr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്ത് സെൻട്രൽ മൊമെൻ്റ് ആണ്. ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ റേസ് ടു r. അതായത് എക്സിൽ നിന്ന് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ചെയ്യുക, എന്നിട്ട് അതിനെ ആർത്ത് പവർ എടുക്കുക, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുക്കുക എന്നുള്ളതാണ് ആർത്ത് സെൻട്രൽ മൊമെൻ്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ എഴുതാം, ഡിസ്ക്രീറ്റ് കേസിലും കണ്ടിന്യൂസ് കേസിലും. ഡിസ്ക്രീറ്റിലാണെങ്കിൽ സമ്മേഷൻ ഓവർ എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ റേസ് ടു r പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ഇഫ് എക്സ് ഈസ് ഡിസ്ക്രീറ്റ് ഓർ ഇഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അല്ലേ എന്ന് വിചാരിക്കേണ്ടത്, അതൊരു വാല്യൂ ആണേ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ ആണ് കിട്ടുക. ആ വാല്യൂവിനെ മിക്കവാറും മ്യൂ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ മ്യൂ എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. എക്സ് മൈനസ് മ്യൂ ഓൾ റേസ് ടു r എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് ആർത്ത് ആർത്ത് സെൻട്രൽ മൊമെൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സെൻട്രൽ മൊമെൻറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് റോ മൊമെൻറ്റും പറഞ്ഞേക്കാം. അപ്പോൾ അത് μr' ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു r എന്ന് എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു r. മറ്റേതാണെങ്കിലോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ റേസ് ടു r. ഓക്കെ, ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ ഇത് മാറിയിട്ട് ഇവിടെ 0 വരുമ്പോഴാണ് നമ്മുടെ റോ മൊമെൻറ്റ് വരുന്നത്. അത് ഈ ഒരു റിലേഷൻ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഡിഫൈൻ ദി മീഡിയൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. മീഡിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന, നമ്മുടെ ഡിസ്ട്രിബ്യൂഷനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനെയാണ് മീഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യാം. അതായത് എക്സിൻ്റെ വാല്യൂ -∞ മുതൽ m വരെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് എന്ന് പറയുന്നത് എന്താവുക? 1/2 ആവുക. അതായത് -∞ മുതൽ m വരെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രോബബിലിറ്റി എല്ലാം കൂടെ പകുതിയാവുക. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/2. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, m മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പ്രോബബിലിറ്റികളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 1/2 തന്നെ കിട്ടണം. നമുക്കറിയാം ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1 ആണ്. പിന്നെ ഇത് രണ്ടും ഈക്വലി ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് 1/2 ആണ് ഓരോന്നും. -∞ മുതൽ m വരെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് 1/2 വരുന്ന എമ്മിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. ഓക്കെ, ഇത് ഡിസ്ക്രീറ്റ് കേസിൽ. ഇനി അതായത് കണ്ടിന്യൂസ് കേസിൽ പറയണമെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ഇൻ്റഗ്രൽ -∞ ടു m എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽസ് 1/2 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന m, അല്ലെങ്കിൽ m ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽസ് 1/2
സോൾവ് ചെയ്ത് കിട്ടുന്ന എമ്മിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. വെരി സിമ്പിൾ. ക്ലാസിക്കൽ ഡെഫിനിഷൻ ആണെങ്കിൽ ഈക്വലി ലൈക്ലി അപ്രോച്ച് ആണ്. അതാരാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഡിറൈവ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് എ ഈസ് ഈക്വൽ ടു എന്താ, നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഇത് ഇങ്ങനെ എഴുതുന്നുണ്ട്, എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്നും. അതായത് സാമ്പിൾ സ്പേസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് എൻ ഓഫ് എസ്. എ എന്ന് പറയുന്ന ഇവൻറ്റിലെ നമ്പർ ഓഫ് കേസസ് ആണ് എൻ ഓഫ് എ. ഓക്കെ, എം ബൈ എൻ എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്. എങ്ങനെയായാലും ആ ഒരു ഡെഫിനിഷൻ കറക്റ്റ് കാണിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. PGF ആണ്. നിങ്ങളുടെ സിലബസിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കണേ. പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇനി പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PX ഓഫ് എസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ PX ഓഫ് എസ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് റേസ് ടു എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് റേസ് ടു എക്സ്. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ 5x ഓഫ് ടി ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ITX. ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അതേപോലെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് ഒക്കെ ജനറേറ്റിംഗ് ഫംഗ്ഷൻസാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. MX ഓഫ് ടി എന്നാണല്ലോ നമ്മുടെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു TX എന്നല്ല ഇതിനെ എഴുതുക. ഓക്കെ, ഞാൻ പറഞ്ഞ ഇപ്പം PX ഓഫ് എസ് ഇല്ലേ, അതായത് പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു ടിക്ക് പകരം ഞാൻ എസ് കൊടുത്തു. അപ്പോൾ എസ് റേസ് ടു എക്സ്. ഇ റേസ് ടു ടിക്ക് എസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് ആണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. 5x ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ITX. ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതില്ലാത്തതാണ് MX ഓഫ് ടി. അതിൽ ഇ റേസ് ടു ടി എസ് ആക്കുന്നതാണ് PX ഓഫ് എസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 5x ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതേപോലെ 5x ഓഫ് ടി എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതേപോലെ 5x ബാർ ഓഫ് ടി ഈക്വൽ ടു. അത് നിങ്ങൾ പഠിച്ച ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക കേട്ടോ. 5x ഓഫ് ടിന്ന് മീനും വേരിയൻസും ഒക്കെ കണ്ടുപിടിക്കാനൊരു മാർഗ്ഗമുണ്ട്. എന്തായിരുന്നു? -i റേസ് ടു r ഡോ റേസ് ടു r ബൈ ഡോ ടി റേസ് ടു r ഓഫ് 5x ഓഫ് ടി അറ്റ് t ഈക്വൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μr' ആയിരുന്നു. ഓക്കെ, μr' ആണെങ്കിൽ നമുക്ക് 5x ഓഫ് ടീനെ r ടൈംസ് ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടി. എന്നിട്ട് -i റേസ് ടു r കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് μr' ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് എഴുതാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 14ാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 ഡയമെൻഷൻ റാൻഡം വേരിയബിൾ ആണ്. 1 ഡയമെൻഷൻ റാൻഡം വേരിയബിൾ ഇപ്പം എക്സ് എന്ന് പറയുന്നത് നമുക്കൊരു റാൻഡം വേരിയബിൾ ഉണ്ട്. ഇപ്പോൾ y ഈക്വൽ ടു g ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഈ വൈയുടെ PMF അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ കാണാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, പല മെത്തേഡുകളുണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡെങ്കിലും അവിടെ പറഞ്ഞാൽ മതി. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് g ഓഫ് വൈനെ f ഓഫ് എക്സ് ഇൻറ്റു മോഡ് dx/dy എന്ന് എഴുതാം. ആ ഇക്വേഷനോ ഏതെങ്കിലും ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ കോഷി ഷോർട്ട്സ് ഇനീക്വാലിറ്റി സ്റ്റേറ്റ് ചെയ്യാനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എക്സ്പെക്റ്റേഷൻ ഓഫ് XY ഹോൾ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് y സ്ക്വയർ. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വളരെ സിമ്പിളാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതെന്തായാലും അത് ചോദിക്കാറുണ്ട് സാധാരണയായിട്ട് കോഷി ഷോർട്ട്സ് ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് അഡീഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി ആണ്.
അഡീഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽസ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇവിടെ എത്ര ഇവൻറ്റ്സ്, അതായത് ഇവിടെ 3 ഇവൻറ്റ്സ് വെച്ചിട്ടൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്രയെന്ന് പറയാത്തതുകൊണ്ട് 2 വെച്ചിട്ട് അങ്ങ് പ്രൂവ് ചെയ്താൽ മതി. ഇത് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇത് സ്റ്റേറ്റ് ചെയ്യണം. എയും ബിയും എനി ഇവൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതാം. അതിനുശേഷം ഇതിൻ്റെ പ്രൂഫ്. ഇറ്റ് സിമ്പിൾ. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായെന്ന് തോന്നുന്നു, എൻ്റെ ക്ലാസ്സിലെടുത്തായിരിക്കും. ഓക്കെ, ഇനി ഡിഫൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ഇതൊക്കെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണേ. ഇതിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള, ഇതിൽ 6 മാർക്കിൻ്റെ. ഇനി ഡിഫൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് ആണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസും പറഞ്ഞു. പ്രോപ്പർട്ടീസാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് 2 രീതിയിൽ എഴുതാം. ഡിസ്ക്രീറ്റ് കേസിൽ എങ്ങനെയാണ്, അതേപോലെ കണ്ടിന്യൂസ് കേസിൽ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 ആണ്, അതേപോലെ എഫ് ഓഫ് ഇൻഫിനിറ്റി 1 ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ഫോർ ഓൾ എക്സ് ആണ്. പിന്നെ റൈറ്റ് കണ്ടിന്യൂസ് ആണ്. അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൗണ്ടബിൾ ആയിരിക്കും. അതേപോലെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് എഴുതാം അല്ലേ. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കേസാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കണ്ടീഷൻസൊക്കെ എഴുതി കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടീസൊക്കെ എഴുതി കഴിഞ്ഞാൽ 6 മാർക്ക് കിട്ടും. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ റോ മൊമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ മൊമെൻറ്റ്സ് ആണ്. എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സെൻട്രൽ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് മ്യൂ ആറും റോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് മ്യൂ ആർ ഡാഷും. അതിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ മ്യൂ എടുത്തു കഴിഞ്ഞാൽ മ്യൂ ആർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഓൾ റേസ് ടു ആറും, അതേപോലെ ഇത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു ആറും ആയിരിക്കും. പിന്നെ ഇതിനെ ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഡിസ്ക്രീറ്റ് കേസിലും കണ്ടിന്യൂസ് കേസിലൊക്കെ ഡിഫൈൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഏതായാലും നിങ്ങളോട് റോ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഏത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആ ഇക്വേഷൻ എഴുതുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എന്നൊക്കെ എഴുതിയിട്ടേ അതിൻ്റെ ഡിസ്ക്രീറ്റ് കേസിൽ എങ്ങനെയാണ്, എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് എഴുതിയേക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ഹൗ ദേ ആർ റിലേറ്റഡ്. മ്യൂ ആറും മ്യൂ ആർ ഡാഷും റിലേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ മൊമെൻറ്റ്സ് ആൻഡ് റോ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. മ്യൂ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡാഷ് മൈനസ് ആർ സി 1 മ്യൂ ആർ മൈനസ് 1 ഡാഷ് മ്യൂ 1 ഡാഷ് പ്ലസ് ആർ സി 2 മ്യൂ ആർ മൈനസ് 2 ഡാഷ് മ്യൂ 1 ഡാഷ് സ്ക്വയർ മൈനസ് എക്സെട്ര പ്ലസ് മൈനസ് 1 റേസ് ടു ആറ് മ്യൂ 1 ഡാഷ് ഓൾ റേസ് ടു ആറ്. അപ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റ് സെമ്മിലെ പഠിച്ച ഇക്വേഷനാണ്. പക്ഷേ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ സാമ്പിൾ മൊമെൻറ്റ്സ് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ഇവിടെ റോ മൊമെൻറ്റ്സ്. അപ്പോൾ ഇത് ഈ 2 മൊമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക്, റിലേഷനിലേക്ക് എത്താം. അത് നോക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഡിസ്ക്രൈബ് മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ചോദിച്ചത്. അപ്പം മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എം എക്സ് ഓഫ് ടി ആണ്. എം എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് അല്ലേ. അപ്പോൾ ഇതിനെ സമ്മേഷൻ എടുത്ത് എഴുതാം. സമ്മേഷൻ ഇ റേസ് ടു ടി എക്സ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് അല്ലേ. അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ ഇങ്ങനെ ഇഫ് എക്സ് ഇസ് ഡിസ്ക്രീറ്റ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എന്താ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ഇഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് ചോദിക്കുന്നത്. അതെന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? എം എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നോക്കാം. എം എക്സ് ഓഫ് 0 നിങ്ങൾ എന്താ അടിക്കുന്നത്, എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു 0, അപ്പോൾ 1 എം എക്സ് ഓഫ് 0 1. പിന്നെ എം എക്സ് ഓഫ് എ ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എം എക്സ് ഓഫ് എ ടി ആണെങ്കിൽ എം എ എക്സ് ഓഫ് ടീനെ നമുക്ക് എം എക്സ് ഓഫ് എ ടിന്ന് എഴുതാം അല്ലേ. അതായത് ഞാൻ ചോദിച്ചത് എം എക്സ് ഓഫ് എ ടി. ഇനി എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എം എക്സ് പ്ലസ് വൈ ഓഫ് ടീനെ നമുക്ക് എന്ത് എഴുതാം, എം എക്സ് ഓഫ് ടി ഇൻറ്റു എം വൈ ഓഫ് ടി എഴുതാം. അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഇതൊക്കെ എഴുതിയേക്കാം കേട്ടോ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ് വരുന്നത്. എ കാർഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ചെയ്യാം. അതായത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ലാസ്റ്റ് ചെയ്യാം.
പിന്നെ 23-ാമത്തെ ഇതിൽ ഈ പാർട്ടിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ ആൻഡ് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയാണ്. അപ്പോൾ 2 ഡെഫിനിഷൻസും എല്ലാ ഡെഫിനിഷൻസും നിങ്ങൾ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആക്സിയോമാറ്റിക് ഡെഫിനിഷനാണ്. അതാണ് കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനും ഉള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന. ഓക്കെ, അപ്പോൾ അത്രയാണ് പാർട്ട് ബിയിൽ ചോദിച്ചേക്കുന്നത്. ഇനി പാർട്ട് സിയിലാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. 3 പ്രോബ്ലംസാണ്. മൂന്നാമത്തെ പ്രോബ്ലം അല്ല, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് അഡീഷൻ തിയറം ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ എനി 3 ഇവൻറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ തിയറം ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി, പിന്നെ മൈനസ് ചെയ്യുക എല്ലാ 2 ഇവൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യുക, എന്നിട്ട് പ്ലസ് ചെയ്യുക എന്ത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ തിയറവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ഗിവൺ എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ പ്രൂവ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ആ പ്രൂഫ് നോക്കാം. പിന്നെ ഇതിൻ്റെ തന്നെ സബ്പാർട്ട് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആ ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ പെയർവൈസ് ആൻഡ് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. അതും നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. പ്രൂവ് ഓർ ഡിസ്പ്രൂവ് വെദർ പെയർവൈസ് ഇൻഡിപെൻഡൻസ് ഇംപ്ലൈസ് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ഓർ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് നമുക്ക് എപ്പോഴും പറയാം മ്യൂച്വൽ ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ നമുക്ക് എല്ലാ ഇൻഡിപെൻഡൻസും പെയർവൈസും ആയിരിക്കണം. എന്തായിരിക്കണം, അതായത് പെയർവൈസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഇൻഡിപെൻഡൻസിൻ്റെ ഇക്വേഷൻ കിട്ടണം. അതേപോലെ എത്ര എണ്ണം എടുത്തു കഴിഞ്ഞാലും ആ ഇക്വേഷൻ കിട്ടണം. അപ്പോൾ മ്യൂച്വൽ ഇംപ്ലൈസ് പെയർവൈസ് ആണ്. പക്ഷേ തിരിച്ച് ശരിയല്ല. പെയർവൈസ് നീഡ് നോട്ട് ഇംപ്ലൈ. പെയർവൈസ് ആണെങ്കിൽ മ്യൂച്വൽ ആവണം എന്നില്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമ്മളുടെ നോട്ട്ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. W1 W2 എന്നൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു എക്സാമ്പിളും കൂടെ എഴുതിയാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഒരു തിയറിയാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. അതിൻ്റെ ഡിസ്ക്രീറ്റ് കേസിൽ എങ്ങനെ കണ്ടുപിടിക്കാം, കണ്ടിന്യൂസ് കേസിൽ എങ്ങനെ കണ്ടുപിടിക്കാം, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് നേരത്തെയും ചോദിച്ചാൽ തോന്നുന്നുണ്ട്. അത് തന്നെയാണ് വീണ്ടും ചോദിച്ചേക്കുന്നത്. അത് എഴുതാം. ഹൗ വിൽ യു കാൽക്കുലേറ്റ് മീൻ ആൻഡ് വേരിയൻസ് യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. അത് ഞാൻ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെറിവേറ്റീവ് എടുത്തിട്ട് -i⁻r ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് μr ഡാഷ് ആണ് കിട്ടുന്നതെന്ന്. μr ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ μ1 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് മീൻ. ഇനി വേരിയൻസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, μ2 ഡാഷ് കാണാം. μ1 ഡാഷ് നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ μ2 ഡാഷ് മൈനസ് μ1 ഡാഷ് സ്ക്വയർ ആണെന്ത് വേരിയൻസ്. അതൊക്കെ ഓർക്കണേ. മീൻ എന്ന് പറയുന്നത് എപ്പോഴും μ1 ഡാഷ് ആണ്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇനി വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ2 എന്നാണ് അതിന് നമ്മൾ എഴുതുക. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ μ2 ഡാഷ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ μ1 ഡാഷ് അതിൻ്റെ സ്ക്വയറുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന് നമ്മൾ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുക. ആദ്യത്തെ പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തിട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും. രണ്ടാമത്തെ പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് μ2 ഡാഷ് കിട്ടും. ആ μ2 ഡാഷിൽ നിന്ന് നേരത്തെ കണ്ട മീനിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസ് കിട്ടും. ഓക്കെ, അത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്തായി, തിയറി പാർട്ടൊക്കെ ആയി. ഇനിയുള്ള ഇതിലുള്ള പ്രോബ്ലംസ് ഒരു 3-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ.